ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആദ്യമായി ലീ പോലീസിൽ ചാർജ് എടുത്തപ്പോൾ അവൻ്റെ സർജൻറ്റ് ഗൺ കയ്യിലെടുക്കാത്ത നീ എന്തിന് പോലീസായി? അപ്പോൾ എടുക്കാതെയും നമുക്ക് ജീവനുകളെ രക്ഷിക്കാമെന്ന് പറയും. ശേഷം ഇവിടെ സർജന്റ് അവിടെയുള്ള ഒരുത്തൻ്റെ മുട്ടുകാലിനിട്ട് വെടിവെക്കും. എന്നിട്ട് നേരെ വേറൊരുത്തൻ്റെ നേർക്ക് ചൂണ്ടും. അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറയും. ഇതുപോലെയായിരിക്കും അവൻ്റെ മകളും അവനോട് അപേക്ഷിച്ചത്. എനിക്ക് ഈ കാശ് അത്യാവശ്യമാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ്. പിന്നെ എന്തുകൊണ്ട് അവളെ സഹായിച്ചില്ല? എന്തിന് ചതിച്ചു? പിന്നെ അവിടെ പിടിയും വലിയുമാവും. അതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റേവനെയും ഷൂട്ട് ചെയ്യും. എന്നാലും അവൻ മുടന്തി പുറത്തേക്ക് പോകുന്നു. സർജന്റ് അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അയാൾ മേലോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ക്രൗഡ് പേടിക്കും. അങ്ങനെ അവനെ ഷൂട്ട് ചെയ്യാൻ നേരത്താണ് അവിടേക്ക് പോലീസ് എത്തുന്നത്. ഗണ്ണ് താഴെയിടാൻ പറയും. സർജന്റിൻ്റെ കൈ വിറക്കുന്നുണ്ട്. ഈ സമയം മുകളിലത്തെ നിലയിലായി മറ്റേ പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫൂട്ടേജ് എടുക്കാനാണ് ബേക്ക് പറഞ്ഞത്. അതിനാണ് കാശും കൊടുത്തത്. ആ സമയത്താണ് അവിടേക്ക് ലീ വരുന്നത്. ഇത് ബേക്കും കാണുന്നുണ്ട്. ലീ അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല. ആ തോക്ക് താഴെയിടെന്ന് പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവനൊക്കെ ഇനിയും ആൾക്കാരെ പറ്റിച്ച് പാവപ്പെട്ടവർക്ക് നീതി കിട്ടാതെ പോകും. ഇനി എനിക്ക് നിയമമില്ല. അപ്പോൾ ലീ, ഞാൻ അന്ന് തോക്ക് പിടിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? ഞങ്ങളെല്ലാം ജീവിക്കുന്നത് തന്നെ ഇവനെ പോലെയുള്ളവന്മാരെ ശിക്ഷിക്കാനാണ്. അപ്പോൾ കുട്ടിയായ ലീ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ ഇവരെല്ലാവരെയും അവൻ കൊന്നു. എന്നിട്ട് അവൻ ബ്രെഡും കഴിച്ച് ഒന്നും അറിയാത്ത പോലെ ചിരിക്കല്ലേ? സർജൻറ്റ്, എനിക്കറിയാം അവനൊരു കൊലയാളിയാണ്. നിനക്ക് ദേഷ്യപ്പെടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ നീ ആ ഗണ്ണ് കൊണ്ട് അവനെ ഷൂട്ട് ചെയ്താൽ അവൻ്റെ ലൈഫ് ഈസിയായി രക്ഷപ്പെടും. അവനെ പോലെയുള്ളവന്മാരെ ജയിലിൽ കൊണ്ടുപോയി അവിടുന്ന് ജീവിതകാലം മുഴുവൻ ശിക്ഷ കൊടുക്കണം. നീ ഷൂട്ട് ചെയ്താൽ നിന്റെ ജീവിതമായിരിക്കും പോകുന്നത്. ഇവിടെ ലീ, നിങ്ങൾ കാരണമാണ് അന്ന് ഞാനെപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം. എനിക്ക് നല്ല വഴികാട്ടി തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ആ ഗണ്ണ് തായോ എന്ന് പറയും. ഇത് കണ്ട ബേക്ക്, ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്നും പറഞ്ഞ് ഗണ്ണും അവൻ്റെ ആൾക്കാരുമായി നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലും. പ്രസ്സിലുള്ള ആൾ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. ബേക്കും അവൻ്റെ ആൾക്കാരും ചെന്ന് നേരെ ലീയെയും അവിടെയുള്ള പോലീസുകാരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ഷൂട്ട് ചെയ്യും. അത് തടയാൻ ചെന്ന സർജൻറ്റിനെയും ഷൂട്ട് ചെയ്യും. അങ്ങനെ മൊത്തം വെടിയും അവന് വേണ്ടി സർജൻറ്റ് ഏറ്റുവാങ്ങും. അങ്ങനെ അയാൾ മരിക്കുന്നു. ലീ ദേഷ്യം കൊണ്ട് അലറുന്നു. ലീ അവൻ്റെ കുട്ടിക്കാലത്ത് ആ കില്ലറിൻ്റെ നേരെ തോക്കു ചൂണ്ടിയത് കാണിക്കുന്നു. ബേക്ക് ലീയെ വീണ്ടും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അന്ന് ലീ തോക്കു ചൂണ്ടിയ നേരം ഈ സർജൻ്റായിരിക്കും ആ ഗണ്ണ് വാങ്ങി അവനെ ചേർത്ത് പിടിച്ചത്. എന്നിട്ട് ബേക്ക് റെക്കോർഡ് ചെയ്യുന്നവരോട് താഴേക്ക് വരാൻ പറയും. അപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ കൂടെയുള്ളവൻ, ഞാനൊന്നുമില്ല, അവരുടെ അടുത്തൊക്കെ ഗണ്ണുണ്ട്. ഇങ്ങനെ പേടിത്തൊണ്ടനാവല്ലേ എന്നും പറഞ്ഞ് അവൻ തന്നെ ക്യാമറയുമായി ചെല്ലും. ലീക്ക് ഇപ്പോഴും പാതി ജീവനുണ്ടാവും. ബേക്ക്, നിനക്ക് ഓർമ്മയുണ്ടോ നീ എത്ര പേരെ ഗണ്ണ് യൂസ് ചെയ്ത് കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ കേട്ടിട്ടുണ്ട് ചില ജീവൻ രക്ഷിക്കാനായി മാത്രമേ മറ്റു ചിലരുടെ ജീവൻ എടുക്കുന്നതെന്ന്. അതാണോ നീതി? അതെനിക്കിഷ്ടമല്ല. ഇനി നീ കണ്ണ് തുറക്കുമ്പോൾ പുതിയൊരു ലോകത്തായിരിക്കുമെന്ന് പറയുന്നു. പക്ഷേ നീ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു എന്നും പറയുന്നു. അപ്പോഴാണ് മറ്റേയാൾ വരുന്നത്. എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കും. കിട്ടിയെന്ന് പറയും. ബേക്ക്, എൻ്റെ പേര് മൂൺ ബേക്ക് എന്നാണ്. ഈ ഗൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ മാസ്റ്റർ മൈൻഡ് ഞാനാണ്. സൗത്ത് കൊറിയ മുഴുവനും ഗൺസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു. നിങ്ങളുടെ ഏജ്, ജെൻഡർ, തൊഴിൽ എല്ലാം കണക്കിലെടുത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഗൺസ് ഞാൻ തരും, അതും ഫ്രീ ആയി. ഇതൊക്കെ ടി വിയിലായി എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമാണ് തരുന്നത്. ശേഷം ലീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ കിടക്കുന്ന നേരം ബേക്ക് പറഞ്ഞ കാര്യമായിരിക്കും അവന് ഓർമ്മ വരുന്നത്. നീ കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു ലോകത്തായിരിക്കുമെന്ന് പറഞ്ഞത്. ശേഷം കുറേ പാക്കേജുകൾ ഒരു വണ്ടിയിലാക്കി അത് ഓരോ വീടിൻ്റെയും മുമ്പിൽ കൊണ്ടുവെക്കും. പിന്നെ അത് നോർമലൈസ് ആക്കാൻ തുടങ്ങും ആൾക്കാർ. ഒരുത്തൻ ലൈവ് ഇടാൻ തുടങ്ങും. ഒരു ഗൺ ഓർഡർ ചെയ്തിട്ട് അത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ എല്ലാ വീട്ടിലേക്കും ആ പാക്കേജ് കൊണ്ടുപോയി വെക്കും. ഇതൊരു നാഷണൽ ഇഷ്യൂ ആയി മാറും. ശേഷം ഒരു കോടതി മുറി കാണിക്കുന്നു. അവിടെ ജഡ്ജി കുറ്റം ചെയ്ത ആളുടെ വിധി പറയുകയാണ്. ഒരു റേപ്പ് കേസായിരിക്കും. അയാൾ ചെയ്ത ക്രൈം മദ്യത്തിൻ്റെ പുറത്താണെന്നും ആദ്യമായി ചെയ്യുന്ന ഒരു ക്രൈമാണെന്നും അതുകൊണ്ട് 3 വർഷം ജയിലിൽ കിടക്കേണ്ടതുമാണ്.
അപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ വരുന്നത്. അവരതിനെ എതിർക്കും. എന്നിട്ട് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടും. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ചിലവന്മാർ ഗൺസ് മേടിച്ച് അത് ഷൂട്ട് ചെയ്ത് ലൈവ് ഇടാൻ തുടങ്ങും. വേറൊരുത്തൻ മെട്രോയിൽ വെച്ച് ഒരു ഗണ്ണ് പുറത്തെടുത്ത് ഈ ഗണ്ണിന് വെറും 20,000 വോൺ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പണ്ട് ഇത് കണ്ട് ആൾക്കാർ പേടിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ഇപ്പോൾ ആ ഗണ്ണ് മേടിക്കാനായിട്ടാണ് നോക്കുന്നത്. എല്ലാവർക്കും ഗണ്ണ് വേണം. അങ്ങനെ ഈ പുറത്ത് നടക്കുന്ന ന്യൂസൊക്കെ ജയിലിൽ കിടക്കുന്ന ജോങ് ടേ കാണുന്നുണ്ട്. ഇവനെ ഓർമ്മയില്ലേ? ഫസ്റ്റ് എപ്പിസോഡിൽ ഇവനാണ് ആദ്യമായി ഗൺസ് കിട്ടിയത്. ശേഷം ഒരാൾ അവൻ്റെ HR സംസാരിക്കുന്നു. അവൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് സാർ ഇന്ന്, എനിക്ക് പോകണം. അപ്പോൾ ബാക്കി ആർക്കും ഫാമിലി ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറയുന്നു. ഇയാളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം അവൻ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ മകളുടെ അടുത്ത് ഒരു ഗണ്ണുണ്ടാവും. അത് കണ്ട് അവൻ ഷോക്കാവുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലീക്ക് ഇപ്പോഴും ബോധം വന്നിട്ടുണ്ടാവില്ല. ശേഷം ഇതൊക്കെ കൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നു. ഗൺസ് സൗത്ത് കൊറിയയിൽ ലീഗലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൗരന്മാർ റാലികൾ സംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. ഒരു വിഭാഗം പിന്തുണച്ചും മറ്റേ വിഭാഗം ശക്തമായി എതിർത്തും നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കത്തിലാവും, പിന്നെ അടിയാവും. ശേഷം മൂൺബേക്കിൻ്റെ തോക്കുകളുടെ എല്ലാ കയറ്റുമതികളും വിജയകരമായി എത്തിക്കുന്നു. തൻ്റെ മാസ്റ്റർ പ്ലാനിലെ അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുക്കാൻ അദ്ദേഹം തൻ്റെ ആളുകളോട് പറയുന്നു. ശേഷം മറ്റേ നേഴ്സിനെ കാണിക്കുന്നു. ഒരു പേഷ്യൻറ്റിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മറ്റേ നേഴ്സ് വന്ന് കുറേ ഫോമുകൾ ഒട്ടിച്ച ഒരു പേപ്പർ അവൾക്ക് കൊടുത്ത്, നീ ഇന്ന് രാത്രി ബിസി അല്ലല്ലോ അല്ലേ? അടുത്ത ആഴ്ച ഹെഡ് നേഴ്സ് അവരുടെ നാട്ടിലോട്ട് പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവസാനത്തോടെ എല്ലാ ഫോമുകളും പൂർത്തിയാക്കണം. അപ്പോൾ അവൾ, എനിക്കിത് ചെയ്യാനുള്ള സമയമില്ല, ഇന്ന് രാത്രി വേറെ വർക്കുള്ളതാ. ഓ, അപ്പോൾ നീ എന്നോട് തിരിച്ചു പറയാറായോ? ഇത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അവൾ അവളുടെ റൂമിൽ ചെന്ന് ആ പാക്കേജ് എടുത്ത് നോക്കുന്നു. ശേഷം മൂൺബേക്ക് തൻ്റെ ഗുണ്ടാ നേതാക്കളെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടുന്നു. അവിടേക്ക് ബേക്ക് വന്ന്, ഇതെന്താ മരണച്ചടങ്ങോ? എല്ലാത്തിനെയും മുഖത്ത് ഭയങ്കര സങ്കടം. ഗൺസ് കിട്ടുമെന്ന് വെച്ച് വന്നാണോ? അപ്പോൾ ഒരുത്തൻ, അങ്ങനെയല്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറയും. അപ്പോൾ നീ ആരാന്ന് നിൻ്റെ വിചാരം? നിനക്കൊക്കെ എത്രയാടാ പ്രായം എന്ന് ചോദിക്കുന്ന ആളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. റെസ്പെക്റ്റ് ചെയ്യാൻ പ്രായം ഒരു വിഷയമല്ലെന്ന് പറയുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്. ഞാൻ ഒരു പുതിയ പാർട്ട്ണറിനെ നോക്കുന്നുണ്ട്, ഒരാളെ മാത്രം. എന്നിട്ടൊരു ഗൺ അവർക്ക് നീട്ടി, ആർക്ക് വേണേലും ആ ഗണ്ണ് വെച്ച് എന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറയും. ഒരാൾക്ക് മാത്രം. എല്ലാവരും ഗണ്ണെടുക്കാൻ നോക്കുമെങ്കിലും ഒരുത്തൻ അത് കൈക്കലാക്കുന്നു. കത്തിയേക്കാളും എളുപ്പമാണല്ലോ ഇത് യൂസാക്കാൻ. ഷൂട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ, ഞങ്ങളെ കണ്ടിട്ട് പൊട്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യില്ലെന്നാണോ നിൻ്റെ വിചാരം? അപ്പോൾ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നേരം അതിൽ ബുള്ളറ്റ്സ് ഉണ്ടാവില്ല. പെട്ടെന്ന് ബേക്കിൻ്റെ ആൾക്കാർ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു, ഒരുത്തനെ ഒഴിച്ച്. ആ തോക്ക് കയ്യിലുള്ളവനെ. ബേക്ക് അവൻ്റെ മോന്തക്കൊന്ന് തട്ടി, പേടിച്ചു പോയോ? എന്നിട്ട് എൻ്റെ ഫോൺ കോൾ വരുമ്പോൾ എടുക്കണം, പിന്നെ ഇവിടെ മൊത്തം ക്ലീൻ ആക്കുകയും വേണം എന്ന് പറഞ്ഞ് ബേക്ക് അവിടുന്ന് പോകുന്നു. ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലീയുടെ കൈയും കാലും ചലിക്കാൻ തുടങ്ങുന്നു. ഒരുപാട് ഇൻസിഡൻസ് അവൻ്റെ മെമ്മറീസിലൂടെ മാഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന് എണീക്കും. ലീ സർജൻറ്റിനെ അന്വേഷിച്ച് അവിടുന്ന് എണീക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടെ മൊത്തം മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. സർജൻ്റ് എവിടെ, ഏത് റൂമിലാണ് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ആ സമയം അവിടെ ജിയോങ് നിൽപ്പുണ്ടാവും. അവൻ്റെ മുഖം കാണുമ്പോഴേ ലീക്ക് കാര്യം മനസ്സിലാവുന്നു. സർജൻറ്റും അയാളുടെ മകളും ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകും. ആ ദേഷ്യത്തിലും വിഷമത്തിലും ഇരിക്കുന്ന ലീയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.